പൈസ വേണം റിട്ടയർ ആവാനായിട്ട്? ഇപ്പം നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണം എന്നുള്ളതിനെക്കുറിച്ചൊരു കാൽക്കുലേഷൻ പറയാം, അവസാനം വരെ കേട്ടോളൂ. ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താ അറിയോ? റിട്ടയർ ആവുന്ന സമയത്ത് മാസം നമുക്ക് എത്ര ചിലവിന് വേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് നിങ്ങൾക്ക് ഒരു മാസം 50,000 രൂപയാണ് ചിലവിന് വേണ്ടത് എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു 10-12 വർഷത്തിന് ശേഷം നിങ്ങൾ റിട്ടയർ ആവുകയാണെങ്കിൽ നിങ്ങളൊരു 6% ഇൻഫ്ലേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ ഡബിൾ, ഏകദേശം 1,00,000 രൂപ മാസം നിങ്ങൾക്ക് ചിലവിന് വേണ്ടി വരും. അപ്പോൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഈ 1,00,000 രൂപ ചിലവിന് വേണ്ടിയിട്ട് നമുക്ക് പുറത്തെടുക്കാനായിട്ട് അതിൻ്റെ 200 ഇരട്ടി, അതായത് 2 കോടി രൂപയാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ നമുക്ക് തുടക്കത്തിലൊക്കെ നമുക്കത് വിഡ്രോ ചെയ്ത് കൊണ്ടുപോകാൻ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ പിന്നീട് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വിഡ്രോവൽസ് കൂട്ടേണ്ട ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങളുടെ ഈ കോർപ്പസ് അധികം കാലം നിന്നൊന്നും വരില്ല, അത് പതുക്കെ പതുക്കെ കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. ഇനി 300 ഇരട്ടി, അതായത് 3 കോടി രൂപയാണ് നിങ്ങളുടെ അടുത്ത് ഉള്ളതെങ്കിൽ റീസണബിൾ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറയുന്ന ലൈഫ് സ്റ്റൈല് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ട് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് കാലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഏകദേശം മതിയാവും. ഇനി 400 ഇരട്ടി, 4 കോടിയാണ് നിങ്ങളുടെ അടുത്തുള്ളതെങ്കിലോ നമ്മുടെ ഒരു നോർമൽ ലൈഫ് സ്റ്റൈലിന് അപ്പുറത്തേക്ക് നമ്മുടെ ഒരു ഹോബീസ് ലൈക്ക് ഇൻ്റർനാഷണൽ ട്രാവൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കൂടെ അഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾക്കപ്പുറം ആഗ്രഹങ്ങൾക്കും കൂടിയും നമുക്ക് പൈസ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് റിട്ടയർമെൻറ്റിന് എത്ര വേണം എന്ന് നോക്കി ഇപ്പോഴേ പ്ലാൻ ചെയ്യണം. അതല്ലെങ്കിൽ റിട്ടയർ ആവുന്ന സമയത്ത് എത്രയാണോ കയ്യിലുള്ളത് അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ അഡ്ജസ്റ്റ് ചെയ്യണം.